ഇതാ അടുത്തൊരു മാങ്ങ പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വട്ടം മാങ്ങ പൊട്ടിച്ച വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ അടുത്ത ഘട്ടത്തിൽ മാങ്ങ പൊട്ടിക്കാനായിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മുടെ വീട്ടിലുള്ള മാവിനെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മേലെ കയറി തോട്ടിയൊണ്ടൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സഹകരണ മനോഭാവമുള്ള മാങ്ങകളാണെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ മാങ്ങ ഞാൻ നക്ഷമോനെ കൊണ്ട് എന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ അവനെ കൊണ്ട് ഞാനൊരു മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അന്ന് അവന് വെറും 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് ഞങ്ങൾ ആ മാങ്ങ പൊട്ടിച്ചത്. എത്ര പെട്ടെന്ന് കുട്ടി വലുതായി. കുട്ടിക്ക് ഇപ്പോൾ 1.5 വയസ്സാവാനായി. അങ്ങനെ 2 മാങ്ങ പൊട്ടിച്ചതിന് ശേഷം അവനെ ഞാൻ നേരെ അമ്മയുടെ കയ്യിൽ കൊണ്ടാക്കി. അവൻ അവിടെ അധികം നേരം നിൽക്കുന്നത് എനിക്കും നല്ലതല്ല, അവരും നല്ലതല്ല. പക്ഷെ അമ്മയുടെ അടുത്ത് എത്തിയിട്ടും അവരൊതുങ്ങി നിൽക്കുന്നൊന്നുമില്ല. അമ്മ മാങ്ങ പൊട്ടിക്കുമ്പോൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ബക്കറ്റ് നിറയ്ക്കണം എന്നാണ് ഇന്നത്തെ എൻ്റെ പ്ലാന്. നടക്കുക ആവും. അതൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങ പൊട്ടിക്കുന്ന പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. കയ്യെത്തുന്ന ദൂരത്തായതുകൊണ്ട് തന്നെ പൊട്ടിക്കുന്നു, ബക്കറ്റിലേക്ക് ഇടുന്നു, പൊട്ടിക്കുന്നു, ബക്കറ്റിലേക്ക് ഇടുന്നു. പക്ഷേ ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലെ അവസാനത്തെ മാങ്ങയാണല്ലോ ഈ പൊട്ടിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇനി അടുത്ത സീസൺ വരെ കാത്തിരിക്കേണ്ട ഇതുപോലെ മാങ്ങ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലൊരുപാട് മാങ്ങ നമുക്കിപ്പോൾ പഴുത്തിട്ട് വീണിട്ടൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ കിട്ടുന്നതൊക്കെ ചെറുതായിട്ട് പുഴും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പൊട്ടിച്ചെടുത്ത് വയ്ക്കുക എന്നാണ് നമ്മുടെ പ്ലാൻ. 2 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ അങ്ങ് പഴുത്തോളും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അവിടെയുള്ള തിരുമ്പുന്ന കല്ലിൻ്റെ മേലെ കയറിയിട്ട് ചെറിയൊരു തോട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 മാങ്ങ മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം അവിടെയുള്ള മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ഈ മാങ്ങ മാത്രം നമ്മളവിടെ നിർത്തിയിട്ടുണ്ടേ. ഇവരങ്ങ് ശരിക്കും പാകമായിട്ടില്ല. എന്തായാലും ഇവർ പഴുത്ത് തന്നെ വീഴട്ടെ എന്ന് വെച്ചു. എന്തായാലും നമുക്ക് ബക്കറ്റ് ഒരുവിധം നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയല്ലോ. പക്ഷേ എന്താണൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സീസൺ വരെ നമ്മൾ ഇവന് വേണ്ടി കാത്തിരിക്കേണ്ടേ എന്നുള്ളതാണ്. എന്തായാലും അടുത്ത കൊല്ലം ഇതിനേക്കാൾ കൂടുതൽ കായ്ക്കണേ എന്ന് നമ്മൾ മാവിനോട് പറഞ്ഞിട്ടുണ്ട്. മാവ് എന്തായാലും കഴിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ.